കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം തകർന്നു വീണപ്പോൾ അത് തിരുവഞ്ചൂരിന്റെ മണ്ഡലമാണ് എന്ന് പറഞ്ഞെത്തിയ CPIM നേതാക്കളെ അടിച്ചിരുത്തുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയം മെഡിക്കൽ കോളേജ് ശരിക്കും വാസവൻ മന്ത്രിയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ സ്ഥലം MLA പറ്റി പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് CPIM നേതാക്കൾക്ക് ഒരു ഉപദേശം കൂടി നൽകുകയാണ്. അതായത് ഇത് വാസവന്റെ മണ്ഡലമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് CPIM-ന് അബദ്ധം പിണഞ്ഞത് എന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് തകർക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറിയത്. മെഡിക്കൽ കോളേജിലെ സർജിക്കൽ വാർഡിന് സമീപത്തെ ശുചിമുറിയുടെ ഭാഗം തകർന്നു വീണതോടെയാണ് ബിന്ദു മരിച്ചത്. ശേഷം തിരുവഞ്ചൂരിനെതിരെ അത് കോട്ടയം മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലം തിരുവഞ്ചൂരിന്റെ മണ്ഡലമാണ് എന്ന് ധരിച്ചുകൊണ്ട് CPIM വാളെടുത്തിരുന്നു. എന്നാൽ രാഷ്ട്രീയ കലവറയിൽ ആയുധങ്ങൾ ഇല്ലാതിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, പക്ഷേ ഒരു ദുരന്തത്തിന് മുന്നിൽ ഞങ്ങൾ രാഷ്ട്രീയം പറയാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ CPIM-നെതിരെ ശക്തമായി എതിർക്കുകയാണ്. ഇത് വാസവന്റെ മണ്ഡലമാണ്, അല്ലാതെ തന്റേതല്ല എന്ന് പറഞ്ഞ് തെളിവ് സഹിതം നിരത്തി തകർക്കുകയാണ് അദ്ദേഹം. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശരിക്കും ഇത് സഖാവ് വാസവൻ മന്ത്രിയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് ഇനി സ്ഥല MLA പറ്റി പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുള്ള നിർദ്ദേശമാണ് ഈ പോയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ ഇടിഞ്ഞു വീണ ഒരു കെട്ടിടത്തിൻ്റെ കീഴിൽ ക്യാപ്സ്യൂളാണ്, ഈ ഇടിഞ്ഞു വീണ ഒരു കെട്ടിടത്തിൻ്റെ അടിയിൽ ഈ നാടകം കളിക്കണോ? മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ, ആ ഓപ്പറേഷൻ തിയേറ്ററിലോട്ടാണ് ഇപ്പോൾ മാറാനായിട്ട് പെട്ടെന്ന് നടപടികളൊക്കെ എടുക്കുന്നത്. അത് നടക്കട്ടെ. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം 12 തിയേറ്റേഴ്സിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകണം. ആ 12 ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് 4 ഓപ്പറേഷൻ തിയേറ്ററുകളെക്കുറിച്ച് മാത്രമാണ്. 8 ഓപ്പറേഷൻ തിയേറ്ററുകളെക്കുറിച്ച് പറയുന്നില്ല. ഞാനതൊരു ആക്ഷേപമായിട്ട് പറയുന്നില്ല. അടിയന്തിരമായി ഈ 12 ഓപ്പറേഷൻ തിയേറ്ററും ഓപ്പറേഷനിലാക്കത്തക്ക വിധത്തിലുള്ള നടപടി വേണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഇമ്മീഡിയറ്റായിട്ട് അത് വേണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ 4 തുറന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് സൂപ്രണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി ഞാൻ പത്രത്തിൽ കണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെന്ന് ഒരിക്കൽ 4 പ്രവർത്തിക്കണം. പക്ഷേ ആ 4-നകത്ത് 2 വർക്ക് ചെയ്യുന്നതേയില്ല. ബാക്ടീരിയോളജി, മൈക്രോബയോളജി അതിൻ്റെ പരിശോധന പൂർത്തിയാക്കിയോ എന്നുള്ള വിവരം കൂടി പുറത്ത് പറയണമെന്ന് അറിയിക്കുകയാണ്. ശ്രീ നാട്ടൽ സുരേഷും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ 4 ഓപ്പറേഷൻ റൂമുകളിൽ 2 മുറിക്കകത്ത് അണുവിമുക്തമല്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്, അണുവിമുക്തമല്ല എന്ന്. അതുകൊണ്ട് ഞാൻ അതും ആക്ഷേപമായിട്ട് പറയുന്നില്ല. പക്ഷേ ഇത് അണുവിമുക്തമാക്കി ജനങ്ങൾക്ക് വിഷമം ഉണ്ടാകാത്ത രൂപത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കണം ഈ പുതിയ സംവിധാനത്തിലെങ്കിലും. അതാണ് നമ്മുടെ ആവശ്യം. അത് അണുവിമുക്തമാക്കണമെന്ന് വരികിൽ ബാക്ടീരിയോളജിയുടെയും മൈക്രോബയോളജിയുടെയും പരിശോധന പൂർത്തിയാക്കണം. ഇപ്പോൾ എല്ലാം റെഡിയാണ് എന്ന് പറയുന്നവർ തട്ടുമുട്ട് നടപടികൾ കൊണ്ട് ഇത് പൂർത്തിയായി എന്ന് വരുത്തി തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ ശരിയാണ് എന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന ബാക്ടീരിയോളജി, മൈക്രോബയോളജി റിപ്പോർട്ടുകൾ അതെന്താണ്, അത് കിട്ടിയിട്ടുണ്ടോ, ജനങ്ങളെ ആ വിവരം അറിയിക്കുന്നതിന് അധികൃതർ തയ്യാറാവണം. അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല എന്ന് വരികിൽ അതിൻ്റെ അർത്ഥം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ സാംക്രമിക രോഗ വിമുക്തമായി ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ മാറിയെങ്കിലേ ഓപ്പറേഷൻ ആരംഭിക്കാൻ കഴിയും. അതാകുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ വിമർശനമെല്ലാം വളരെ പോസിറ്റീവാണ്. അതാകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. 2, മെഡിക്കൽ ബ്ലോക്കിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കണം. അതിനു വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായേ മതിയാവും. മെഡിക്കൽ കോളേജിലെ വാർഡ് 26 ട്രോമ കെയർ, ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയവ അത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ചോർന്നൊലിക്കുകയാണ്. ആ ട്രോമ കെയറിൻ്റെ സ്ഥലം ഞങ്ങൾ തന്നെ നേരിട്ട് കണ്ടു. മെഡിക്കൽ വാർഡിലെ മറ്റു വാർഡുകൾ ഞങ്ങൾ തന്നെ പരിശോധിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ കൂടിയാണ് പരിശോധിച്ചത്. അത് സത്യം പറഞ്ഞാൽ അതാണ് ഒരു സോഷ്യൽ ഓഡിറ്റ്. നമ്മളെല്ലാവരും കൂടെ കൂടി സൊസൈറ്റിയുടെ വിവിധ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, മാധ്യമ പ്രവർത്തകർ, നമ്മളെല്ലാവരും കൂടെ കൂടി പരിശോധിച്ചാണ്. ആ പരിശോധനയിൽ നമ്മൾ നേരിട്ട് കണ്ട കാര്യമുണ്ട്. ഇതൊന്നും മുഖ്യമന്ത്രി കണ്ടാലും എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ അതിൻ്റെ അടിയിലൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയത് പോലും കണ്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വേണം. അതൊരു സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടതാണ്. അതിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. അത് ചോർന്നൊലിക്കുകയാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ വെൻസ് ഹോസ്റ്റലിലെ കാര്യം ഇന്നലെ അവിടെ നേരിട്ട് പോയി കണ്ട് നിങ്ങളിൽ പലരും ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടതാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ ശോച്യാവസ്ഥ അവസാനിപ്പിക്കാൻ, ഞങ്ങൾ പറയുന്നത് പൊളിറ്റിക്സ് ആയിട്ടൊന്നും എടുക്കരുത്, ഈ ശോച്യാവസ്ഥ അവസാനിപ്പിക്കാൻ പറ്റിയുള്ള നടപടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ നടപടി വേണ്ട വിധത്തിലല്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഈ കെട്ടിടത്തിൻ്റെ ക്വാളിറ്റി പരിശോധന നടത്തി ആ പരിശോധനയുടെ റിപ്പോർട്ട് കഴിയുന്നത്ര വേഗം പുറത്തു വിടുന്നതിന് വേണ്ടി നടപടിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഞങ്ങളിതിൽ വിമർശിച്ചു. ആദ്യം എന്താ പെട്ടെന്ന് ഇതുപോലൊരു അത്യാഹിതം ഉണ്ടായി, ആ അത്യാഹിതത്തിൽ ഒരാൾ മരിച്ചുപോയി, മരിച്ച ആരും ഇനി മണ്ണിനടിയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മന്ത്രിമാർ ഞങ്ങളോട് തർക്കിച്ചു, മാധ്യമങ്ങളായ നിങ്ങളോടും തർക്കിച്ചു. എല്ലാവരും കൂടി തർക്കിച്ച് നിൽക്കുന്നതിൻ്റെ അവസാനമായി തർക്കിക്കുമ്പോഴും മണ്ണിൻ്റെ അടിയിൽ പാവപ്പെട്ട ഒരു സ്ത്രീ കിടക്കുകയാണ്, ബിന്ദു. അവർ അടിയിൽ കിടക്കുമ്പോഴാണ് ഈ തർക്കം നടക്കുന്നത്. ഈ തർക്കം നടക്കുമ്പോൾ ഞങ്ങൾ ആ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത നമുക്ക് പ്രശ്നമല്ല. നമ്മൾ പൊതുപ്രവർത്തകരാണ്, നമ്മളൊരു സ്പടിക ഗ്ലാസ്സിനകത്ത് ഇരിക്കുകയാണ്. നമ്മളെ എല്ലാവർക്കും കാണാം, നമ്മളും എല്ലാവരെയും കാണും. അതുകൊണ്ട് നമ്മളുടെ ഒരു ചെറിയ കുറ്റം വരികിൽ അത് വിമർശിക്കുന്നതിലൊരു തെറ്റുമില്ല. ഞാൻ ആ വിമർശനത്തെ സ്വാഗതം ചെയ്യുന്ന ജനാധിപത്യവാദിയാണ്, ഞാനൊരു ഏകാധിപത്യ ചിന്താഗതിയുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിമർശിച്ചോട്ടെ. പക്ഷേ വിമർശനം കഴിഞ്ഞപ്പോഴാണ് CPMൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് അബദ്ധം പറ്റിപ്പോയത്. അവർ കൊടുത്ത ഒരു സന്ദേശമാണ്, അത് എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ്. ഇത് കോട്ടയത്തെ അപകടത്തെ ന്യായീകരിക്കാൻ നമ്മൾ ഇറക്കിയ സഖാക്കളെ, അതാണ് അഡ്രസ്സ്, സഖാക്കളെ, കോട്ടയത്തെ അപകടത്തെ ന്യായീകരിക്കാൻ നമ്മൾ ഇറക്കിയ പ്രചരണത്തിൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. മെഡിക്കൽ കോളേജ് പുതുപ്പള്ളി മണ്ഡലത്തിലാണെന്ന് കരുതിയാണ് നമ്മുടെ ചില സഖാക്കൾ ആദ്യം ചാണ്ടി ഉമ്മനെതിരെ തിരിഞ്ഞത്. എന്നാൽ ചിലർ ഇതിൽ ഇതിനെതിരെയാണ് എഴുതിയത്. അത് രണ്ടാമത്തെ കൺഫെഷൻ. ശരിക്കും ഇത് സഖാവ് വാസവൻ മന്ത്രിയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് ഇനി സ്ഥല MLA പറ്റി പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുള്ള നിർദ്ദേശമാണ് ഈ പോയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ ഇടിഞ്ഞു വീണ ഒരു കെട്ടിടത്തിൻ്റെ കീഴിൽ ക്യാപ്സ്യൂളാണ്, ഈ ഇടിഞ്ഞു വീണ ഒരു കെട്ടിടത്തിൻ്റെ അടിയിൽ ഈ നാടകം കളിക്കണോ? അത് കഷ്ടമല്ല. അതിനുശേഷം ഒത്തിരി നാടകങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ അവരെ അനുമോദിക്കുക. കാരണം പറ്റിയ അബദ്ധം പറ്റിയെന്ന് പറയാനുള്ള ഒരു ഇതെങ്കിലും സംഭവിച്ചല്ലോ. ഞാൻ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രശ്നം? എന്നിട്ട് ഞങ്ങളോട് പറയാം രാഷ്ട്രീയമൊന്നും പറഞ്ഞേക്കരുതെന്ന്. നിങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അടുത്തുകൊണ്ട് സ്ഥലത്തെ MLA പറ്റി ഇനി ഒന്നും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണ് മോശം കെട്ടിടങ്ങൾ ഉണ്ടായത് എന്ന് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കണ്ടു. പക്ഷേ ഞാനതൊരു പ്രശ്നമായി ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു പോളിറ്റിക്സിനകത്ത് അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോൾ ആഗ്രഹമൊക്കെ വരും. ഇതെല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണ്, അത് മോശമാണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നൊരു മട്ടിൽ ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നതാണോ? നമ്മൾ ഇതുവരെ ഞങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. രാഷ്ട്രീയ കലവറയിൽ ആയുധങ്ങളില്ലാതിരിക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ. അത് രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം പറയാനുമുണ്ട്. പക്ഷെ ഒരു ദുരന്തത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിസ്സഹായരാണ്. രാഷ്ട്രീയമേയില്ല, ഞങ്ങൾ ആ ഒരു ആയുധവും വിനിയോഗിക്കുന്ന പ്രശ്നമേയില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ എന്തെല്ലാം സഹായം അധികൃതർക്ക് കൊടുക്കാൻ പറ്റുമോ ആ സഹായമൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. ഒരിക്കലും ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് പോലും രാഷ്ട്രീയമായിട്ടല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഒരു ശരീരത്തിൽ തന്നെ കുത്തി വേദനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സത്യം ഇതാണ് എന്നൊന്ന് പറയണ്ടേ? അതുകൊണ്ട് മാത്രം ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം അവസാനിപ്പിക്കണം. സത്യം പറഞ്ഞാൽ അവിടെ നടന്ന ദുഃഖത്തിൽ പങ്കെടുക്കാത്ത ഞാൻ ചോദിച്ചു, ഇത്രയും ദുരന്തമുണ്ടായിട്ടും ദുരന്തത്തിലെ 2 മന്ത്രിമാർ ഈ മരണത്തിന് സാക്ഷികളായി നിന്നിട്ടും ആ പാവപ്പെട്ട വീട്ടിൽ കൊടുത്ത 50,000 രൂപയല്ലേ ഉള്ളൂ. ആന കുത്തിയ 10 ലക്ഷം. ഈ പാവപ്പെട്ട സ്ത്രീക്ക് ബിന്ദുവിന് കിട്ടിയത് 50,000. അതിന് ഇനി അടുത്ത ക്യാബിനറ്റ് കൂടണം എന്നാണ് പറഞ്ഞത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിനകത്ത് കളക്ടറാണ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജില്ലയിൽ.
നേരിട്ട് ചെയ്യാൻ വരെ നേരിട്ട് ചെയ്യാമല്ലോ. എന്തിനിത് ഡിലേ വരുത്തുന്നു? അത് ഡിലേ വരുത്തേണ്ട കാര്യമില്ലല്ലോ. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ? അപ്പോൾ അതിന് തുക കൂടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ഡിമാൻഡിൽ തന്നെ നിൽക്കുകയാണ്. ആ കുടുംബത്തിന് മിനിമം 25 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. 2, അതിലൊരു കുട്ടിക്ക് താൽക്കാലിക ജോലി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഞാൻ പറയുന്നത് താൽക്കാലിക ജോലിയല്ല. നമ്മുടെ ചെങ്ങന്നൂരിലെ മുൻ MLA അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് കൊടുത്ത അത്രയും ആനുകൂല്യമെങ്കിലും ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കണ്ടേ? അവർക്ക് 25 ലക്ഷം രൂപ ആ കുടുംബത്തിന് സഹായമായി കൊടുക്കണം. 2ാമത്തെ കാര്യം, ആ കുട്ടിക്ക് സ്ഥിരം ജോലി കൊടുക്കണം. 3ാമത്തെ കാര്യം, ആ മകൾക്ക് അവിടെ ചികിത്സ, അത് സൗജന്യമായ വിദഗ്ധ ചികിത്സ കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തേ മതിയാകൂ. ഗവൺമെൻറ് ഇതിനകത്തുനിന്ന് മാറരുത്. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഓഫ് ഡ്യൂട്ടി കൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത്. ഈ ദുരന്തത്തിൻ്റെ ഒരു ഭാഗത്ത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് നിൽക്കുന്ന ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും പ്രോപ്പർ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. 2.5 വർഷമായിട്ട് അതെ, അവരാണ് കളക്ടർക്ക് കൊണ്ട കത്ത് കൊടുത്തത്. UDF പ്രതിനിധികളുണ്ട്. കളക്ടർക്ക് കൊണ്ട കത്ത് കൊടുത്തു. ഞാൻ ചോദിക്കാൻ, വിളിക്കുന്നവർ വിളിക്കാതെ ഈ ചാത്ത ഉണ്ണാൻ ചെല്ലുന്നവൻ എങ്ങനെ ചെല്ലാൻ പറ്റും? ഇവിടെ ഈ ഇതിൻ്റെ അതോറിറ്റി ഇല്ലേ? അവരല്ലേ വിളിക്കേണ്ടത്. യോഗം വിളിക്കേണ്ടതാരാ? മെമ്പേഴ്സാണോ? അവർക്ക് അധികാരമില്ലല്ലോ അതിന്. യോഗം വിളിക്കേണ്ടത് അതോറിറ്റിയാണ്. ആ അതോറിറ്റി 2.5 വർഷമായി വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. അതിനാണ് അവർക്ക് കളക്ടർക്ക് കൊടുക്കാൻ കഴിയുന്നത്. HMCയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന കളക്ടർ. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം നടപടിയൊന്നും എടുത്തില്ല. നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ അന്വേഷണത്തിന് തന്നെ അദ്ദേഹത്തെ തന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അത് നടന്നോട്ടെ, ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾക്കുള്ള ആക്ഷേപമാണെങ്കിൽ ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനെന്തിനാണ് നിഷേധിക്കാൻ വരുന്നത്? ഞാനായിട്ട് ആ ആക്ഷേപമൊന്നും പറയുന്നില്ല. അവിടെ പ്രോപ്പറായി നടക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതാണ് നമ്മുടെ ആവശ്യം. ഈ അവിടെ തൊട്ടടുത്തുള്ള ജില്ലകളുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴയുടെ ഒരു ഭാഗം, എറണാകുളത്തിൻ്റെ ഒരു ഭാഗം. ഇതിൻ്റെ എല്ലാം മദർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിന് സൗകര്യം വേണമെന്നുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളുടെ പൊതു ആവശ്യമാണ്. ആ ആവശ്യമാണ് നമ്മൾ നോക്കുന്നത്. അതെ, നന്നായി. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യം അറിയാമല്ലോ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ചൊരു അന്വേഷണം നടത്തേണ്ട കാര്യമല്ലോ. എഴുതി റിപ്പോർട്ടൊന്നും കൊടുത്താൽ പോരെ. നടത്തട്ടെ. ഞാൻ പറയുന്നത് ഇതൊക്കെ വെക്കുന്ന ആളുകളും ഏക്കുന്ന ആളുകളും ആലോചിക്കേണ്ടതല്ലേ. ആ അഡ്വൈസ് അതിൻ്റെ HMC ചെയർമാനെ തന്നെ ഇതിൻ്റെ അന്വേഷണത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണ്. അങ്ങനെ ചെയ്യാമോ? എനിക്കറിയില്ല. അദ്ദേഹം കർഷകനാകാനും തയ്യാറാണോ എന്ന് പറഞ്ഞു. അപ്പോൾ കർഷകനാകാൻ തയ്യാറുള്ള ആളെ എന്തും ചെയ്യും എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ പച്ച മലയാളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ചെയ്തോട്ടെ, ഞങ്ങൾ അതിനകത്തൊന്നും ഇടപെടുന്നില്ല. പക്ഷേ ഒരു ക്ലിനിക്കൽ സർവീസിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നതാണ്. അദ്ദേഹം ഏറ്റവും നല്ല വിദഗ്ധ ഡോക്ടർമാരിൽ ഒരാൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് അദ്ദേഹം കക്ഷി പിടിക്കാൻ നടക്കണ്ടായിരുന്നു. 2 പേരെ അപ്പം തന്നെ ഇല്ലല്ലോ. ഉള്ളിൽ കിടന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ആരുമില്ല എന്ന് പറഞ്ഞത്. അത് ഞാൻ അദ്ദേഹത്തിലേക്ക് ഇത് തിരിച്ചു വിടുന്നത് എന്തിനാണെന്നറിയാമോ? ഞങ്ങളും ജയകുമാറും തമ്മിലുള്ള തർക്കാക്കി മാറ്റാനാണ്. കാരണം ജയകുമാറിൻ്റെ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് ഈ കേരളത്തിലെ മുഴുവൻ ഡോക്ടേഴ്സിനും അറിയാം. നാഷണൽ ഇൻ്റർനാഷണൽ രംഗത്തും അദ്ദേഹത്തിന് റെക്കഗ്നേഷൻ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൽപ്പേര് കൊണ്ട് ഈ ദുർനടപടിയെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിടുക. അദ്ദേഹം ക്ലിനിക്കൽ സർവീസ് നടക്കട്ടെ. ഞങ്ങൾ പറയുന്ന അതല്ല, അവിടെ ഇടിഞ്ഞു വീണതാണ്. ഇവിടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞതിനകത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു കാര്യം കൂടെ വായിച്ചോളൂ. അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പ് ഏതോ ഒരാൾ
ഇതിനകത്ത് ഫിറ്റല്ല എന്ന് പറഞ്ഞാൽ എഴുതിയോ അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷേ ഇത് പൊളിച്ചു മാറ്റണമെന്ന ഒരു റിപ്പോർട്ടും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കുക? അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊരു റിപ്പോർട്ടും ഇല്ല, ആരും അത് പറഞ്ഞിട്ടുമില്ല. 2013 റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് അത് അങ്ങനെ അതിനെ വിപുലപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെ വിപുലപ്പെടുത്താൻ UDF-നെ കക്ഷി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുറകോട്ട് വലിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം തന്നെ അത് പൊളിച്ചല്ലോ. അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇതും സത്യമല്ലേ? അപ്പോൾ അത് കുഴപ്പമില്ല. ഏതോ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് വലിയ കഥയൊന്നുമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്, അതിനകത്ത് അദ്ദേഹം പറഞ്ഞ അതാണ്.